സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു സുപ്രധാന വിഷയമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ വിഷയത്തിൻ്റെ പേരാണ് കുട്ടികളും ബുദ്ധിപരീക്ഷണവും, ചിൽഡ്രൻ ആൻഡ് IQ ടെസ്റ്റ്. ഈ വിഷയം ഞാൻ എടുക്കാൻ പ്രത്യേകിച്ച് കാരണം 2-3 മാസം മുമ്പ് തൊട്ട് ചില പേരൻസ് വിളിക്കുന്നുണ്ട്. ആ പേരൻസിൻ്റെ മക്കൾ 8ാം ക്ലാസ്സിലാണ്, 9ാം ക്ലാസ്സിലാണ്, ചിലരുടെ 10ലാണ്, ചിലരുടെ 12ലാണ്. നിങ്ങൾക്കറിയാലോ, പരീക്ഷ നടക്കുവാണ്. അപ്പോൾ അവർ പറയുന്നത്, എൻ്റെ മക്കൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് അവർക്ക് സ്കോർ കിട്ടുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല. പക്ഷേ അതിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന മറ്റുള്ള കുട്ടികൾക്ക് ഒത്തിരി മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നറിയോ, ചില പേരൻസ് ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു IQ ടെസ്റ്റ് ചെയ്യും, ഇൻ്റലിജൻസ് ക്വോഷ്യൻ ടെസ്റ്റ് ചെയ്യുക, ബുദ്ധി പരീക്ഷിക്കുക. അപ്പോൾ അതിൽ ചില പേരൻസ് എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ എന്താണ് ഈ IQ ടെസ്റ്റ്, ചെയ്യണോ? ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്നാൽ ഒരു ചെറിയ വീഡിയോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് ഈ പേരൻസിലേക്ക് എത്തിക്കാം. സത്യത്തിൽ IQ ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ, അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾ കണ്ട ശേഷം ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വേണ്ടപ്പെട്ട പേരൻസിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അതാണ് എൻ്റെ ഉദ്ദേശം. സോ വരൂ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ പണ്ട് പറയാറുള്ളേ, ഈ കൈയുടെ വിരൽ 5 ഒരുപോലല്ല. നമ്മുടെ കുട്ടികൾ ജനിച്ചപ്പോൾ തൊട്ട് പല സ്റ്റേജിൽ കൂടാണ് ബുദ്ധിവികാസം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി. അതുകൊണ്ട് ഒരു 22-23 വയസ്സാകുമ്പം അവരുടെ ബുദ്ധിവികാസം കംപ്ലീറ്റ് ആവും. അവർക്ക് സ്വയമായിട്ട് ഒരു ഡിസിഷൻ എടുത്താൽ അത് സോളിഡ് ആയിരിക്കും. അവരുടെ ക്യാരി പ്ലാൻ അവർ പ്ലാൻ ചെയ്യും. അപ്പോൾ ഈ പ്രായത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി അനുസരിച്ച് ബുദ്ധിവികാസവും മാറ്റിക്കൊണ്ടിരിക്കും. ഇതെല്ലാം പേരൻസിനും അറിയാം. പിന്നെ ഇവർ ഹാർഡ് വർക്ക് ചെയ്ത ശേഷം കമ്പയർ ചെയ്യുവാണ് മറ്റുള്ളവരനുസരിച്ചിട്ട്. അതിൻ്റെ ആവശ്യമില്ല. ചില ബോർഡിൽ 40 മിനിമം പാസ് മാർക്കാണ്, ചിലയിടത്ത് 35 മിനിമം പാസ്. ഇതെന്തിനാണ് വെച്ചിരിക്കുന്നത്? എന്നാൽ പിന്നെ ഡയറക്റ്റ് 90-95 മതിയായിരുന്നല്ലോ. അങ്ങനെയല്ല. കുട്ടികൾ അവർ ശ്രമിക്കുന്നുണ്ട്, അതനുസരിച്ച് മാർക്ക് കിട്ടുന്നുണ്ട്. അവർ നമുക്ക് നോളജോട് കൂടിയിട്ട്, അറിവോട് കൂടിയിട്ട് മാർക്ക് കിട്ടുന്നുണ്ടോ, അതാണ് ഇമ്പോർട്ടൻസ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന 2-3 കാര്യങ്ങളാണ് ഈ IQ ടെസ്റ്റ് വിചാരിച്ചത്. ആക്ച്വലി എന്താണ് ഈ IQ ടെസ്റ്റ്? IQ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമൺലി യൂസ് ഫോർ ദ മെഷർ ഓഫ് ഇൻ്റലിജൻസ്. സാധാരണ നമ്മുടെ ബുദ്ധിവികാസത്തിൻ്റെ, ബുദ്ധിശക്തിയുടെ ഒരു അളവ് നൂലാണ്, അളവ് കോലാണ് IQ ടെസ്റ്റ്. ദി ടെസ്റ്റ് മെഷർ ഓൺലി ഫോർ ദ ലെവൽ ഓഫ് ജനറൽ ഇൻ്റലിജൻസ്. അതായത് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിലുള്ള ബുദ്ധി വികാസമാണ് അവർ കണ്ടുപിടിക്കുന്നത്. ദ സ്കോർ ഒബ്റ്റെയിൻ ഫ്രം സ്പെസിഫൈഡ് ടെസ്റ്റ്. ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ആ സ്കോർ അനുസരിച്ചാണ് കമ്പയർ ചെയ്യുന്നത്. അത് ഞാൻ പിന്നെ പറയാം. ഇത് ആക്ച്വലി ഇറ്റ് ഈസ് ഫൈൻഡ് ഔട്ട് എന്താ ചെയ്യുന്നത്, ആൻ അപ്രോപ്രിയേറ്റ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ്. നമ്മുടെ ഈ കുട്ടികളുടെ ബുദ്ധിവികാസം ഏത് ലെവലിലാണ് അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാർക്ക് കുറയുന്നു, പേരൻസ് പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യും, ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ എഴുതുന്നു IQ ടെസ്റ്റ് ചെയ്യുക, പേരൻസ് പരിശോധന. കാരണം അവർ തിരക്കാണ്. തിരക്കായ ജീവിതത്തിലുള്ളതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം വന്നിരിക്കുന്നത്. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. പണ്ട് കാലത്ത് വിത്തൗട്ട് സപ്പോർട്ടിങ്ങിൽ ഒരു കുട്ടി പഠിച്ച് പോകുന്നുണ്ടോ? അവർക്ക് എന്താ പറയുന്നത്? എഡ്യൂക്കബിൾ. ആരെങ്കിലും ട്യൂഷനോ കോച്ചിങ്ങിനോ പോയി സപ്പോർട്ടോടുകൂടി പോകുന്നുണ്ടോ? അവർ ട്രെയിനബിൾ. എത്ര സപ്പോർട്ട് കൊടുത്തിട്ട് മാർക്ക് കുറഞ്ഞ് കിട്ടുന്നവരെയാണ് നമ്മൾ ബുദ്ധിക്ക് കുറവാണല്ലോ, മോശമാണല്ലോ എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഈ IQ ടെസ്റ്റിൽ പോകുമ്പോൾ ചില സ്കോർ കിട്ടും. ഈ സ്കോറിൻ്റെ മാനദണ്ഡമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 5 ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യൻ, 15, 20, 25 ക്വസ്റ്റ്യൻ IQ ടെസ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്ത് കുട്ടികളെ ഇരുത്തുക. അപ്പോൾ അവിടെ കിട്ടുന്ന മാർക്ക്, ആ മാർക്ക് ഏത് ഏജിലുള്ള കുട്ടികൾക്കാണ് കിട്ടേണ്ടത് അതവിടെ റെക്കോർഡ് ചെയ്യും. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ 10 വയസ്സുള്ള മോൻ പരീക്ഷ എഴുതുമ്പം 12 വയസ്സിൻ്റെ മാർക്ക് കിട്ടി. അതായത് ദാറ്റ് ഈസ് മെൻ്റൽ ഏജ്. ഈ 10 വയസ്സ് ഒറിജിനൽ ഏജ്. സോ മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ 10 അല്ലെ 10 ഇൻറ്റു 100 അതാണ് സ്കോർ. അവിടെ 80 and 85 മുകളിൽ കിട്ടുവാണെങ്കിൽ ബുദ്ധിവികാസം സാധാരണ രീതിയിലാണ്. 70യുടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മോഡറേറ്റ്, അതായത് അത് റിട്ടാർഡേറ്റ് ആണ്. അത് ഇൻ്റലിജൻസ് ശകലം റിട്ടാർഡേഷൻ വന്നിട്ടുണ്ട്. 35 to 50 എന്താ വരുന്നത്? അവിടെ അത് മോഡറേറ്റ് ആണ്. 35 താഴോട്ട് വന്നു കഴിഞ്ഞാൽ സീവിയറാണ്. ഇതാണ് ഈ ചാർട്ട് കാണിക്കുന്നത്. പിന്നെ 85 മുകളിൽ പോകുന്നവരെല്ലാം ബുദ്ധിവികാസം നോർമലാണ്. പിന്നെ 70 and 85 ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് സ്ലോ ലേണർ എന്ന് പറയും.
കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന്. പിന്നെ 85 to 114, 114 to 129, 130 to 144 and 145 to 165 ഇങ്ങനെ ഓരോ ചാർട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബുദ്ധിയുടെ ശക്തി കൂടി വരും. ബുദ്ധിമാന്മാരായിട്ട് ഇങ്ങനെ കാണും. ഇതൊന്നും ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കൽ അല്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ ബുദ്ധിശക്തി, അവൻ ബുദ്ധിമാനാണെന്ന് എങ്ങനെ അറിയുന്നത്? അവൻ ലോകത്ത് ജീവിക്കുമ്പോൾ, പഠിക്കുമ്പോൾ എത്രമാത്രം പരസഹായം അവൻ എടുക്കുന്നു, തേടുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് അവൻ്റെ ബുദ്ധി എത്രയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പേരൻസിനോട് പറയാനുള്ളത്, ഇന്നത്തെ ചുറ്റുപാടിൽ പണ്ട് 10 കഴിയുമ്പം നമ്മൾ പറയില്ലാന്നോ ഏത് ഗ്രൂപ്പാണ്, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്. ഇന്ന് ഫീൽഡ് ഇഷ്ടം പോലായി ഇല്ലേ? ഡിവിഷൻ വന്നു, സബ് ഡിവിഷൻ വന്നു. ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുട്ടികൾക്ക് ഏത് രീതിയിൽ സെലക്ട് ചെയ്ത് അവർക്ക് മുന്നോട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികളെ സ്നേഹിച്ച് എത്ര തിരക്കാണെങ്കിലും ചേർത്ത് പിടിച്ച് നമ്മൾ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണം, കോൺഫിഡൻസ് കൊടുക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ അവരെ അംഗീകരിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ മനസ്സിലാക്കണം, എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ആത്മവിശ്വാസം കൂടും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ 35 സ്കോറോ 50 സ്കോറോ ദർ ഈസ് നെവർ മൈൻഡ്. എത്ര സ്കോർ കിട്ടിയാലും കുട്ടികൾക്ക് അവരുടെ ഫീൽഡിൽ അവർക്ക് ശോഭിക്കാനുള്ള ടോപ്പിക്ക് വന്നു കഴിയുമ്പം അവർ ഉയരും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് പറയുന്നത്. കാരണം 38 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1000കണക്കിന് കുട്ടികളെ ഞാൻ പഠിപ്പിച്ച് അവർ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട്. അവരുടെ കുട്ടികളും പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളിലൊന്നും ഞാനൊരു ബുദ്ധുവിനെ, അതായത് ബുദ്ധിശക്തി കുറഞ്ഞവരെ കണ്ടിട്ടില്ല. പിന്നെ എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ന്യൂട്ടൺസ് ലോ 1, 2, 3 അതിൻ്റെ ഡെറിവേഷൻ 2-3 മണിക്കൂർ കൊണ്ട് കുട്ടികൾ പഠിച്ച് അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കും. പക്ഷേ ചില കുട്ടികൾ 6 മണിക്കൂർ, ചില കുട്ടികൾ 8 മണിക്കൂർ എടുക്കണം. അപ്പോൾ ഈ 6 മണിക്കൂറുള്ള കുട്ടി അത് 5 മണിക്കൂർ കഴിയുമ്പോൾ അത് മതിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയിട്ട് പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് മാർക്ക് കുറഞ്ഞാൽ കിട്ടുള്ളൂ. ആ 3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചവനെ 8-ൽ 7 കിട്ടിയാൽ ഇവനെ ചിലപ്പോൾ 8-ൽ 4, 5 കിട്ടുള്ളൂ. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. ആ കുട്ടി 1 മണിക്കൂർ 6 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തായിരുന്നെങ്കിൽ ആ 8-ൽ 7, 7.5 കിട്ടില്ലായിരുന്നു. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. കുട്ടികൾക്ക് വേണ്ടത് സപ്പോർട്ടാണ്. യു കൺസിഡർ, യു ഡിറ്റർമൈൻ, യു അക്നോളേജ്, യു എൻകറേജ്. അത് മാത്രമേ പിള്ളേർക്ക് വേണ്ടൂ. അപ്പോൾ എന്ത് ചെയ്യണം? പേരൻസെ അവരെ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക, അവർക്ക് കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുക, ആത്മവിശ്വാസം ഉടലെടുപ്പിക്കുക. നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നമുക്കൊരു ടെൻഷൻ വരില്ല. നോ നീഡ് ടു എനി IQ ടെസ്റ്റ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.